ഈയിടയ്ക്ക് എൻ്റെ ക്ലിനിക്കിൽ വന്ന ഒരു പെൺകുട്ടി 32 വയസ്സ്, കാണാനൊക്കെ നല്ലൊരു മിടുക്കി, വളരെ ഉന്നത രീതിയിൽ പുറം രാജ്യത്ത് ജോലി ചെയ്യുന്നു, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഫഷണൽ. പക്ഷേ ക്ലിനിക്കിൽ വരുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ ബുദ്ധിമുട്ട്, ശരീരം മൊത്തം വേദന, യാതൊരു വിധത്തിലും ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല, എന്ത് ചെയ്താലും ക്ഷീണം മാറുന്നില്ല, എപ്പോഴും കിടക്കണം എന്നുള്ളൊരു ചിന്ത. പലപ്പോഴും പല മെഡിസിൻസ് എടുക്കുമ്പോഴും തലവേദന ഒരു കാരണവശാലും കുറയുന്നില്ല. ഇതൊക്കെ കണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഹിസ്റ്ററി എടുക്കുന്നു. ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് ഉരുത്തിരിഞ്ഞ് വന്നത് ആ കുട്ടിയുടെ കുട്ടിക്കാലത്തെ ഉള്ളൊരു തിക്താനുഭവമാണ്. അതായത് ഈ കുട്ടി ഒരു 4-5 വയസ്സുള്ള സമയത്ത് ഒരു ഒരു മോളിൽ ഒരു എൻജോയ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഫാമിലിയുടെ കൂടെ പോകുന്നു. അവിടെ വെച്ച് അവിടെയുള്ള ഏതോ ഒരാൾ ഈ കുട്ടീനെ ഉപദ്രവിക്കുന്നു. പക്ഷേ ഇതാരും അറിയുന്നില്ല, കാരണം ഒരു ലിഫ്റ്റിലോ അല്ലെങ്കിൽ ഒരു കൗണ്ടറിലോ വെച്ച് സംഭവിക്കുന്ന ഒരു സംഭവം. ഈ കുട്ടിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, 4-5 വയസ്സിൽ എന്താണെന്ന് തിരിച്ചറിയുന്നില്ല, എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മാത്രം വിചാരിക്കുന്നു. തിരിച്ച് ഫാമിലി അടുത്ത് വന്ന് ഇതൊന്നും തന്നെ പറയുന്നില്ല, കാരണം കുട്ടിക്ക് എന്താണെന്ന് അറിയില്ല. പക്ഷേ ഈ ചെയ്ത ഒരു വ്യക്തി ഇവരുടെ പേരൻസിൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, ഈ കുട്ടി എന്തോ കുരുത്തക്കേട് കാണിച്ചു, ഞാൻ വഴക്ക് പറഞ്ഞു, അതുകൊണ്ടാണ് ഡള്ളായിട്ടിരിക്കുന്നതെന്ന്. അന്ന് മുതൽ ഈ കുട്ടി വിചാരിക്കുന്നത് ഈ കുട്ടിയുടെ കയ്യിലാണ് തെറ്റ്, ഈ കുട്ടി എന്തോ തെറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അയാൾ ഈ കുട്ടിയെ ഉപദ്രവിച്ചതെന്ന്. പക്ഷേ ഈ ഒരു തോട്ട് പ്രോസസ്സ് ആ കുട്ടി ജീവിതകാലം മുഴുവനും കൊണ്ടു നടക്കുകയാണ്. ഈവൻ 32 വയസ്സായി, ഒരു അഡൾട്ടായി, ഒരു പ്രൊഫഷണലായിട്ട് പോയിട്ടും ഈ ഒരു ഗിൽറ്റ്, ഇതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഗിൽറ്റ് ഫീലിംഗ് ഇതുവരെ മാറ്റാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളിക്കാരിക്ക് ഇത്രയും ഹെൽത്ത് ഇഷ്യൂസ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഭാഗമായിട്ടൊരു ഹൈപ്പർ വിജിലൻസ്, അതായത് എപ്പോഴും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ ചുറ്റും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ആരെങ്കിലും എന്നെ എന്തെങ്കിലും ചെയ്യുമോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാകുമോ, എപ്പോഴും ഒരു ഹൈപ്പർ വിജിലൻറ്റ്, ഒരു സിമ്പത്തറ്റിക് അറൗസൽ എന്ന് പറയും. എപ്പോഴും നമ്മളൊരു സ്ട്രെസ് മോഡിലിരിക്കുകയാണ്. ആരെന്ത് പറഞ്ഞാലും നമുക്ക് ദേഷ്യം വരും, നമ്മൾ റിയാക്ട് ചെയ്യും. കൂടാണ്ട് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ പഠിക്കുന്ന കാലത്ത് ഒരു പ്രൊഫഷണൽ കോളേജിൽ പഠിക്കുന്ന സ്വാഭാവികമായിട്ട് നമ്മൾ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യണം. ഒരുപാട് നമ്മൾ എക്സ്പോസ്ഡ് ആവുന്ന ഒരു സമയത്ത്, എക്സ്പോസ്ഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് സോഷ്യലി ഒരുപാട് ആക്റ്റീവ് ആവുന്ന സമയത്ത് ഈ കുട്ടി സോഷ്യലി വിഡ്രോ ചെയ്യുന്നു. അതായത് ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് ഇടപഴകി ഒരു പാർട്ടിക്ക് പോകാനായിട്ട് താല്പര്യമില്ല. കാരണം പേടിയാണ്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരി എക്സസ് ആയിട്ട് ആരെങ്കിലും അടുത്ത് മിങ്കിൾ ചെയ്താൽ, അറ്റൻഷൻ സീക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും ആ കുട്ടീനെ ഉപദ്രവിക്കുമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വളരെയധികം പേടി ഈ കുട്ടിയുടെ മനസ്സിലുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ട് ഒരു അഡൽട്ട് ആയതുകൊണ്ട് ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതെന്നൊക്കെ ഒഴിവാകുക, അല്ലെങ്കിൽ ദേഷ്യം വരുമ്പോഴത്തേക്ക് ഇറിറ്റേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സംസാരിക്കുക, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ശരീരം തളരുന്നു, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് സിക്ക് ലീവ് എടുക്കുന്നു, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കുട്ടി അനുഭവിച്ച ആ ഒരു ചൈൽഡ് മൊളസ്റ്റേഷനാണ്. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ മരുന്ന് കൊടുത്തുകൊണ്ട് മാത്രം ഇതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ പല തലങ്ങളിലായിട്ടാണ് ഈ ഒരു കുട്ടിയുടെ കേസ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അതിൽ ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജനറൽ ആയിട്ടുള്ള ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് എല്ലാം ചെയ്യുന്നു. ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്, പ്രത്യേകിച്ചും HSCRP, അങ്ങനത്തെ CBC, അങ്ങനത്തെ കുറേ ടെസ്റ്റുകൾ നടത്തുന്നു. കാരണം നമ്മുടെ ശരീരം എത്രത്തോളം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് വൈറ്റമിൻ B12, വൈറ്റമിൻ D ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നു. കാരണം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ എല്ലാ സിംറ്റംസ് എക്സാജറേറ്റഡ് ആവും, കൂടുതലായിട്ട് അനുഭവപ്പെടും. അപ്പം നമ്മൾ ന്യൂട്രീഷണൽ പ്രൊഫൈൽ എടുക്കുന്നു, അതിനെ കറക്റ്റ് ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ട് മാത്രം നമുക്ക് ഈ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നില്ല. അവിടെയാണ് നമുക്ക് ശരീരത്തിനപ്പുറത്തായിട്ട് മനസ്സിനെയും നമ്മുടെ എനർജി ലെവൽസിനെയും നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. അവിടെയാണ് നമുക്ക് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് വളരെ പ്രധാനമാക്കുന്നത്. കാരണം ഈ കുട്ടിക്ക് തുറന്ന് സംസാരിക്കാനും ഒരു സേഫ്റ്റി ഫീൽ ചെയ്യാനായിട്ടും സാധിക്കണം. നമ്മൾ ഫസ്റ്റ് സെഷനിൽ റാപ്പോ ബിൽഡ് ചെയ്ത് അത് മുന്നോട്ട് കൊണ്ടുപോയി ഈ കുട്ടിയുടെ മനസ്സിലുള്ള തെറ്റായ കുറച്ച് ചിന്തകളുണ്ട്. ആ തെറ്റായ ചിന്തയുടെ ഭാഗമാണ് ഞാനാണ് തെറ്റുകാരി എന്നുള്ളത്. ആ ചിന്ത മാറ്റിയെടുക്കാനുള്ള നമ്മുടെ ഉപബോധ മനസ്സിൽ നിന്ന്, സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഇത് മാറ്റിയെടുക്കാനുള്ള ട്രീറ്റ്മെൻറ്റ്സാണ് നമ്മുടെ കൗൺസിലിംഗ് സെഷൻസിൽ ചെയ്യേണ്ടത്. അത് കൂടാണ്ട് നമ്മൾ വേറെ എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിനെ അഡ്രസ്സ് ചെയ്യുന്നു, പതുക്കെ ശരീരത്തിനൊരു സൈഡിൽ നിന്ന് അഡ്രസ്സ് ചെയ്യുന്നു. ഇതിനെ രണ്ടും കണക്ട് ചെയ്യുന്ന നമ്മുടെ എനർജി ലെവൽസ് ഉണ്ട്, ഒരു എനർജി സ്ഫിയർ ഉണ്ട്. അവിടെയാണ് നമ്മൾ കുറേയൊക്കെ ചെയ്യേണ്ടത്. അവിടെ നമുക്ക് പ്രാണായാമം, ബ്രീതിങ് എക്സസൈസസ്, യോഗ, റിലാക്സേഷൻ ടെക്നിക്സ്, ഇതെല്ലാം നമ്മുടെ തലച്ചോറിൻ്റെ ലെവലിലും നർവസ് സിസ്റ്റത്തിൻ്റെ ഈ ഹൈപ്പർ വിജിലൻസ്
സിമ്പത്തറ്റിക് അറൗസൽ കുറയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ചെറുതായിട്ടുള്ള സ്ട്രെച്ചിങ്, കുറച്ച് ബ്രീതിങ് എക്സസൈസസ്, ശരീരത്തിനെ കോൺഷ്യസ് ആയിട്ട് റിലാക്സ് ചെയ്യുക, ഇതെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യും, ആൾക്കാർ ഓടിപ്പോയി ജിമ്മിൽ ജോയിൻ ചെയ്യും. കാരണം ഞങ്ങൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി വേണം, നല്ലോണം എക്സസൈസ് ചെയ്താൽ നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറയുന്നത്. പക്ഷേ ഈ ഒരു കേസിൽ നമ്മൾ ജിമ്മിൽ പോയി എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഈ സ്ട്രെസ്സ് കൂടുകയുള്ളൂ. കാരണം ഈ കുട്ടിയുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ടുള്ളൊരു സ്ട്രെസ്സല്ല. ഈ കുട്ടിയുടെ സ്ട്രെസ്സ് തിക്താനുഭവം, കുട്ടിക്കാലത്തെ ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്ന് വന്നുള്ള സ്ട്രെസ്സാണ്. അപ്പോൾ ട്രോമാറ്റിക് എക്സ്പീരിയൻസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ ഒരിക്കലും നമുക്കിത് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ കുറേ വേഗമായിട്ടുള്ള സിംറ്റംസ്, കാരണം നമ്മൾ ഈ സിംറ്റംസ് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് പിൻ പോയിന്റ് ചെയ്ത് പറയാൻ സാധിക്കില്ല. ജനറലൈസ്ഡ് ആയിട്ടുള്ളതാണ്. ശരീരം മൊത്തം വേദന, തലവേദന വരുന്നു, ക്ഷീണം തോന്നുന്നു, ജോലി ചെയ്യാൻ തോന്നുന്നില്ല, വിശപ്പുണ്ട്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം ഒരു ജനറലായിട്ട് ഹെൽത്ത് ഡിറ്റോറിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിനാണ് നമ്മളൊരു സൈക്കോസൊമാറ്റിക് കണ്ടീഷൻ എന്ന് പറയുക. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അത് ശരീരത്തിൽ പല രീതിയിൽ പ്രകടമാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ആരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് ഇവാലുവേഷനും ഹെൽപ്പും സീക്ക് ചെയ്യണം. കാരണം ഇത് നമ്മൾ മരുന്ന് കഴിച്ചുകൊണ്ട് മാത്രം ഇത് മാറുന്ന ഒരു കണ്ടീഷനല്ല. ഡീപ്പായിട്ടുള്ള കൗൺസിലിംഗ് സെഷൻസ്, ഡീപ്പായിട്ടുള്ള ചൈൽഡ്ഹുഡ് ട്രോമാറ്റിക് എക്സ്പീരിയൻസസും അഡ്രസ്സ് ചെയ്യണം. താങ്ക് യു.